നമസ്കാരം. ഗ്രേപ്പ് സൈഡ്മാരിലേക്ക് സ്വാഗതം. BSIയുടെ ചില വിശേഷങ്ങൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ബെഡ് സൈഡ് അസിസ്റ്റൻ്റ് എന്ന ഓമനപ്പേരുള്ള IPEMRൻ്റെ വിവിധ ഫങ്ഷനുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ IPEMRനെ കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പല ഹോസ്പിറ്റലിനും ഔട്ട് പേഷ്യൻസിൻ്റെ റെക്കോർഡ്സ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിലുള്ള അത്ര ആവേശം ഇൻപേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്സ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ കണ്ടുവരാറില്ല. എന്നാൽ അത് ഗ്രേപ്സിൽ വ്യത്യസ്തമാണ് കഥ. കാരണം ഗ്രേപ്സ് IPയും ഡിജിറ്റലൈസ് ചെയ്തു, അങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യങ്ങൾ പലയിടത്തുനിന്നും കേൾക്കാറുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് വെർഷൻ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നല്ല രീതിയിൽ സർവീസ് തരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബെഡ് സൈഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇതിൽ നമ്മളുടെ ഒരു ഹൈലൈറ്റ്. കാരണം അതിൻ്റെ ആ പേര് പോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ ഒരു ബെഡ് സൈഡ് അസിസ്റ്റൻ്റാണ്. കഴിഞ്ഞ വർഷം നമ്മളിതിനെ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്തിരുന്നു. ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജികളെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡിലെത്തിക്കഴിഞ്ഞ ഡോക്ടർക്ക് വളരെ മനോഹരമായിട്ട് ആ പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തക്ക വിധത്തിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആക്സസിബിളാണ് ബെഡ് സൈഡ് അസിസ്റ്റൻറ്റ് മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടെ. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡോക്ടറുടെ റൗണ്ട്സ് സമയത്ത് ഡോക്ടർക്ക് വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും അവിടെ അവൈലബിൾ ആണ്. വൈറ്റൽസും ലാബ് റിസൾട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അഡ്മിനിസ്ട്രേഷൻസിൻ്റെ ചാർട്ടും ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ടും നേഴ്സസ് നോട്ട്സും എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ നേഴ്സസിൻ്റെ ആക്ടിവിറ്റീസ് ഞങ്ങളുടെ കെയറിങ് വളരെ കുറവാണ്, നേഴ്സ് സമയത്തൊന്നും മരുന്ന് തരുന്നില്ല എന്നൊക്കെ ഡോക്ടറോട് പരാതി പറയുന്ന സാഹചര്യത്തിൽ ടൈം ലൈൻ ഉണ്ട് അവിടെ. ആ ടൈം ലൈൻ എടുത്ത് ഡോക്ടർക്ക് നോക്കാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് രാവിലെ ഇത്ര മണിക്ക് നേഴ്സ് വന്ന് മരുന്ന് തന്നിരുന്നല്ലോ, വൈറ്റൽസ് എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് ഇന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു, ആൾ വന്നിരുന്നു, ഇത്ര മണിക്ക് അത് വന്നിരുന്നു, അങ്ങനെ ഓരോ എപ്പിസോഡും അവിടെ കാണാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ ഒരു ബെഡ് സൈഡ് അസിസ്റ്റൻ്റ് ആണ്. മീൻസ് ഡോക്ടർക്ക് റൗണ്ട്സിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അത് ഡോക്ടർ ലോഗിൻ ചെയ്യുമ്പോൾ ഡോക്ടറുടെ ആപ്പായിട്ട് അത് ആക്ട് ചെയ്യും. അതേസമയം ബെഡ് സൈഡിലേക്ക് സപ്പോർട്ടിന് പോകുന്ന നേഴ്സിൻ്റെ ക്രെഡൻഷ്യൽ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേഴ്സിന് ഉപയോഗിക്കാനുള്ള ആപ്ലിക്കേഷനായിട്ട് അത് ഡെഡിക്കേറ്റഡ് ആകും. അത് നേഴ്സിംഗ് സൂപ്രണ്ടോ സ്റ്റാഫ് നേഴ്സ് ഇൻചാർജസോ ഒക്കെ ആണെങ്കിൽ അവരുടേതായ രീതിയിൽ അത് ഓർഗനൈസ്ഡ് ആവും. ഇനി വളരെ ഒരു ജൂനിയർ നേഴ്സ് സ്റ്റുഡൻറ്റ് ഒക്കെ വൈറ്റൽസ് എടുക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് മാത്രം പോവുകയാണെങ്കിൽ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഈ ആപ്ലിക്കേഷൻ. സ്വാഭാവികമായ നമ്മുടെ പ്രവർത്തനങ്ങളെ മനോഹരമായ ഒരു ഡിജിറ്റൽ എൻവയോൺമെൻറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിന് BSI ഇന്ന് ധാരാളം ഹോസ്പിറ്റലുകളെ സഹായിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ മറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിനിക്കൽ പേഴ്സൺസിനും ഉപകാരപ്രദമാണ്. നമ്മുടെ BSI പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഗ്രേപ്സ് BSI എന്നോ ഗ്രേപ്സ് BSI പ്രോ അഡ്വാൻസ്ഡ് വെർഷനാണ് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതർവൈസ് ഗ്രേപ്സ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് എന്ന് ആ സെർച്ചിൽ കംപ്ലീറ്റ് ടൈപ്പ് ചെയ്താൽ, കമ്പനി നെയിം ടൈപ്പ് ചെയ്താൽ നമ്മുടെ ഓൾമോസ്റ്റ് ക്ലിനിക്കലുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മൊബൈൽ ആപ്ലിക്കേഷൻസും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഇതിൽ BSI ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ സ്വാഭാവികമായിട്ട് ഇതൊരു ഹൈലി സെക്യൂർഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആപ്ലിക്കേഷൻ ആയത് കാരണം അറ്റ് പ്രസൻറ്റ് അതിനകത്ത് ചില ക്രെഡൻഷ്യൽ നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഡിജിറ്റലൈസേഷൻ ടീമിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നുണ്ട്. അതൊരു മൾട്ടി ലെയർ സെക്യൂരിറ്റിയുടെ പാർട്ടാണ്. അങ്ങനെ അവരതിനകത്തേക്ക് ചില ഡേറ്റാസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ IPEMRന് കണക്റ്റഡ് ആയിരിക്കും. ഇനി അത് ഹോസ്പിറ്റലിൻ്റെ തന്നെ ടാബ്ലറ്റ് PCസിന് വേണ്ടിയിട്ട് ഉള്ള സെക്യൂരിറ്റി കൺസേൺ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ മൊബൈലിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ ചെയ്യേണ്ടി വരുന്നത്. ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്ത ടാബിൽ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അവിടെ കൊടുക്കാം. യൂസർ നെയിമായിട്ട് നമ്മുടെ എല്ലാ മൊബൈൽ ആപ്ലിക്കേഷനിലും ഉപയോഗിക്കുന്ന നിങ്ങളുടെ രജിസ്ട്രേഡ് മൊബൈൽ നമ്പറാണ്. ഗ്രേപ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന പാസ്വേഡും അവിടെ ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നമ്മുടെ ഡിജിറ്റലൈസേഷൻ ടീം എൻട്രി അലോ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ മൊബൈൽ പിന്നീട് ഓൾവേസ് നമുക്ക് BSIയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രെഡൻഷ്യൽ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ പേഴ്സണൽ മൊബൈൽ ഫോണിൽ പലപ്പോഴും നമ്മുടെ വോയിസ് ആക്ടിവേറ്റഡ് ആയിരിക്കും. നമ്മുടെ സെർച്ചുകൾക്ക് ഗൂഗിളിനും വാട്സപ്പിലും ഒക്കെ നമ്മൾ വോയിസ് ടു ടെക്സ്റ്റ് സെർച്ചൊക്കെ ഉപയോഗിച്ച് ശീലമുണ്ടെങ്കിൽ നമുക്കത് ആൾറെഡി ആക്ടിവേറ്റഡ് ആയിരിക്കും. നമുക്ക് പല ഫങ്ഷൻസും വോയിസ് ടു ടെക്സ്റ്റ് കൺവേർഷൻ പോസിബിൾ ആകുന്ന കാരണം ലെങ്തി നോട്ട്സൊക്കെ അവിടെ വോയിസിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ടെസ്റ്റിലേക്ക് എടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അങ്ങനെ ഓരോ ഫങ്ഷനെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ടാവും ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ. അൾട്ടിമേറ്റ്ലി ഇത്രയേ ഉള്ളൂ, 100% പേപ്പർലെസ് ആയിട്ട് നമ്മുടെ ആശുപത്രിയെ നടപ്പിലാക്കണമെങ്കിൽ IPയും പേപ്പർലെസ് ആയേ പറ്റൂ. കാലങ്ങളായി ഗ്രേപ്സ് ആ കാര്യത്തിൽ എക്സ്പെർട്ടൈസേഷൻ നേടിക്കഴിഞ്ഞ് ഒരുപാട് ഹോസ്പിറ്റലുകളെ ഫയലുകൾ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞതാണ്. തൊട്ടടുത്ത വീഡിയോകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടല്ലോ, ഒരു കംപ്ലീറ്റ് മൊബൈൽ ആപ്പിനെ പല സെഷനായിട്ടാണ് പറയുക. 1 മിനിറ്റിൽ താഴെയുള്ള ഓരോ ഫംഗ്ഷൻ, ഒരു ബട്ടൻ്റെ ഉപയോഗം എന്താണ്, ഒരു വിൻഡോയുടെ ഉപയോഗം എന്താണ്, അങ്ങനെ വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കത്തക്ക വിധത്തിലാണ് കണ്ടിന്യൂ ചെയ്യുന്ന വീഡിയോകൾ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ശ്രേണിയിലുള്ള BSA വീഡിയോസ് കംപ്ലീറ്റ് കാണാം. അങ്ങനെ നമ്മുടെ പേഷ്യൻസിന് ഏറ്റവും മനോഹരമായ ട്രാൻസ്പെറൻറ്റ്, സ്പീഡ്, ആക്യുറേറ്റ് ഡിജിറ്റലൈസേഷൻ റിസൾട്ടുകൾ റീച്ച് ചെയ്യാനായിട്ട് അവരെ സഹായിക്കാം. അവർ പെട്ടെന്ന് സുഖമാകട്ടെ. അതിന് നമ്മളുടെ മനസ്സും ശരീരവും പെട്ടെന്ന് സുഖപ്പെടുത്തുന്ന പേഷ്യൻസിൻ്റെ ഒപ്പം നടക്കാൻ ഈ ഡിജിറ്റലൈസേഷൻ സഹായിക്കട്ടെ.